9ാം ക്ലാസ് ഇംഗ്ലീഷിലെ തേർഡ് ചാപ്റ്റർ നത്തിങ് ട്വൈസ് യൂണിറ്റ് 1-ലെ തേർഡ് ചാപ്റ്റർ അതിൽ ആക്ടിവിറ്റീസ് ആണ് നമ്മളിന്ന് നോക്കുന്നത്. ഈ ആക്ടിവിറ്റീസ് മെയിൻലി ഗ്രാമർ റിലേറ്റഡ് ആണ്. പാസീവ് വോയിസ് ഉണ്ട്, ക്വസ്റ്റ്യൻ ടാഗ്സ് ഉണ്ട്, സഫിക്സസ് പ്രിഫിക്സസ് ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം നമുക്ക് ഇന്ന് ഡീറ്റെയിൽ ആയി തന്നെ നോക്കാം. ലെറ്റ്സ് അനലൈസ് എന്ന സെക്ഷനിലെ ആക്ടിവിറ്റീസ് ആണ് ഇന്നത്തെ ലെസണിലുള്ളത്. റീഡ് ദ ഫോളോയിങ് സെന്റൻസസ് ഫ്രം ദ സ്റ്റോറി ഹാഫ് എ ഡേ. ഐ എം നോട്ട് പണിഷിംഗ് യു, ആം ഐ? Put a smile on your face, won't you? Why do you think the speaker added these short questions at the end of the sentences above? ഈ രണ്ട് സെന്റൻസിലും അവസാനം കൊടുത്തിട്ടുള്ള ചെറിയ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ആം ഐ, വോണ്ട് യു, ഇതിനാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ്സ് എന്ന് പറയുന്നത്. നമ്മൾ പറയുന്ന കാര്യത്തിനോട് അവർ സമ്മതിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അത് അങ്ങനെയല്ലേ എന്നെല്ലാം ചോദിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ടാഗ്സ് ഉപയോഗിക്കുന്നത്. വി യൂസ് ക്വസ്റ്റ്യൻ ടാഗ്സ് ടു സീക്ക് കൺഫർമേഷൻ ഫ്രം ദ ലിസണേഴ്സ്. അവരിൽ നിന്ന് ഒരു കൺഫർമേഷൻ ലഭിക്കുന്നതിന് വേണ്ടി അത് അങ്ങനെ തന്നെ അല്ലേ അല്ലെങ്കിൽ ആണോ എന്ന് ചോദിക്കാനാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ്സ് ഉപയോഗിക്കുന്നത്. ആ സ്റ്റേറ്റ്മെൻറ്റിൽ ഉപയോഗിച്ച ഓക്സിലറി വെർബ് ഏതോ അത് തന്നെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിലും യൂസ് ചെയ്യുക. ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സബ്ജക്റ്റ് ഒരു നൗൺ ആയിരുന്നെങ്കിൽ ആ നൗണിനെ സൂചിപ്പിക്കുന്ന ഒരു പ്രനൗണാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിൽ യൂസ് ചെയ്യുക. ക്വസ്റ്റ്യൻ ടാഗ്സിൽ നൗൺസ് യൂസ് ചെയ്യില്ല, പ്രനൗൺസും ഓക്സിലറി വെർബുമാണ് യൂസ് ചെയ്യുന്നത്. തന്നതൊരു അഫിർമേറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുക നെഗറ്റീവ് ടാഗാണ്. അതുപോലെ തന്നെ ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റിന് ശേഷം നമ്മൾ ഉപയോഗിക്കുക അഫിർമേറ്റീവ് ടാഗാണ്. ഇവിടെ ആദ്യത്തെ സെൻറ്റൻസിൽ ഐ എം നോട്ട് പണിഷിംഗ് യു എന്നാണ് പറയുന്നത്. അതൊരു നെഗറ്റീവ് സെൻറ്റൻസ് ആണ് അല്ലേ, ഐ എം നോട്ട്. പിന്നെ നമ്മുടെ ടാഗ് ക്വസ്റ്റ്യനിൽ ആം നോട്ട് അല്ല ഉപയോഗിക്കുന്നത്, ആം ഐ ആണ്. ആണോ? ഞാൻ നിന്നെ ശിക്ഷിക്കുകയല്ല, ആണോ? അതാണ് ആ കുട്ടിയുടെ അച്ഛൻ അവനോട് ചോദിക്കുന്നത്. പുട്ട് എ സ്മൈൽ ഓൺ യുവർ ഫേസ്, വോണ്ട് യു? നിന്റെ മുഖത്ത് ഒരു ചിരി വരട്ടെ, വരില്ലേ? ഇവിടെ പുട്ട് എ സ്മൈൽ ഓൺ യുവർ ഫേസ് എന്നത് ഇംപറേറ്റീവ് സെൻറ്റൻസ് ആണ്. ഇംപറേറ്റീവ് സെൻറ്റൻസസിന് ശേഷം വരുന്ന ടാഗ് ക്വസ്റ്റ്യനിൽ പൊതുവെ ഇങ്ങനെ വില്ല്, വോണ്ട് അതെല്ലാമാണ് നമ്മൾ ഉപയോഗിക്കുക. ഇനി നമുക്ക് ഇതിലത്തെ എക്സാമ്പിൾസ് നോക്കാം. Now analyze the following sentences and find the relation between the verb phrase in each statement and the question tag. Note these in the spaces provided. One has been done for you. ഒന്ന് അവർ ചെയ്തിട്ടുണ്ട്, ബാക്കിയുള്ളത് നമ്മൾ ചെയ്യണം. ദിസ് ഈസ് യുവർ ന്യൂ ഹോം, ഈസിൻറ്റ് ഇറ്റ്? ഇതാണ് നിന്റെ പുതിയ വീട് അല്ലേ? ഇവിടുത്തെ സ്റ്റേറ്റ്മെൻറ്റിലുള്ള വെർബ് ഏതാണ്? ഈസ് ആണ്. നമ്മൾ ടാഗ് ക്വസ്റ്റ്യനിൽ എന്താ ഉപയോഗിച്ചത്? ഈസിൻ്റെ ആണ് ഉപയോഗിച്ചത്. അതെന്തുകൊണ്ടാണ് നമ്മൾ ഈസിൻറ്റ് ഉപയോഗിച്ചത്? കാരണം ഇവിടെ തന്നിരിക്കുന്നത് ഒരു അഫിർമേറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഒരു അഫിർമേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റിന് ശേഷം നമ്മളൊരു നെഗറ്റീവ് ടാഗാണ് ഉപയോഗിക്കുക. അതുകൊണ്ടാണ് ഈസ് എന്ന വെർബിന് ശേഷം പിന്നെ ടാഗ് ക്വസ്റ്റ്യനിൽ ഈസിൻറ്റ് ഉപയോഗിക്കുന്നത്. ഇവിടുത്തെ സബ്ജക്റ്റ് ദിസ് ആയിരുന്നു. ദിസ് ഒരു ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺ ആണ്. ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺസ് ഒന്നും നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ്സിൽ യൂസ് ചെയ്യില്ല. അതിന് പകരം ഉപയോഗിക്കുന്ന പേഴ്സണൽ പ്രൊനൗൺസ് ആണ്. ദിസിന് പകരം നമ്മളിവിടെ ഇറ്റ് ആണ് ഉപയോഗിച്ചത്, ഈസിൻറ്റ് ഇറ്റ്? ദർ ഈസ് നത്തിങ് അമിസ്, ഈസ് ദർ? ഇവിടുത്തെ വെർബ് ഏതായിരുന്നു? ഈസ് ആണല്ലേ. ടാഗ് ക്വസ്റ്റ്യനിൽ നമ്മൾ ഏതാ ഉപയോഗിച്ചിട്ടുള്ളത്? ടാഗ് ക്വസ്റ്റ്യനിൽ ഉപയോഗിച്ചിട്ടുള്ളതും ഈസ് തന്നെയാണ്. അതെന്തുകൊണ്ടാണ് സ്റ്റേറ്റ്മെൻറ്റിലും ടാഗ് ക്വസ്റ്റ്യനിലും ഇവിടെ ഈസ് വന്നത്? അതിനൊരു കാരണമുണ്ട്. ഇവിടെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റും നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. ഈസിന് ശേഷം നത്തിങ് എന്നൊരു നെഗറ്റീവ് വേർഡ് വരുന്നുണ്ട്. തന്ന സ്റ്റേറ്റ്മെൻറ്റിൽ നോട്ട് വേണമെന്ന് നിർബന്ധമില്ല. അതിൽ നെഗറ്റീവായി ഏതെങ്കിലും ഒരു വേർഡ് ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ അതിന് ശേഷം ഉപയോഗിക്കുക അഫർമേറ്റീവ് ടാഗാണ്. നൺ, നത്തിങ്, നോബഡി, ഹാർഡ്ലി ഇതെല്ലാം നെഗറ്റീവ് വേർഡ്സ് ആണ്. ഇതിനെല്ലാം ശേഷം നമ്മൾ അഫർമേറ്റീവ് ടാഗാണ് യൂസ് ചെയ്യുക. ദർ ഈസ് നത്തിങ് അമിസ്, ഈസ് ദർ? ഇവിടെ നമ്മൾ ടാഗ് ക്വസ്റ്റ്യനിൽ ഉപയോഗിച്ചിട്ടുള്ള പ്രൊനൗൺ ദർ തന്നെയാണ്. തന്ന സ്റ്റേറ്റ്മെൻറ്റ് ദർ ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ പിന്നെ ടാഗ് ക്വസ്റ്റ്യനിൽ ഉപയോഗിക്കുന്നതും ദർ തന്നെയാണ്. മൈ മദർ സ്റ്റുഡ് അറ്റ് ദ വിൻഡോ വാച്ചിങ് അവർ പ്രോഗ്രസ്, ഡിഡിൻ ഷീ? ഇവിടുത്തെ വെർബ് ഏതാ? സ്റ്റുഡ് അല്ലേ. അത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലുള്ള വെർബാണ്. തന്ന സ്റ്റേറ്റ്മെൻറ്റ് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാവുമ്പോൾ നമ്മൾ ടാഗ് ക്വസ്റ്റ്യനിൽ ഏത് ഓക്സിലറി വെർബാണ് ഉപയോഗിക്കാം? ഒരു ടാഗ് ക്വസ്റ്റ്യനിൽ നിർബന്ധമായി ഒരു ഓക്സിലറി വെർബ് ഉണ്ടായിരിക്കണം. ഓക്സിലറി വെർബ് പ്ലസ് പ്രൊനൗൺ, അതാണ് ടാഗ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. തന്ന സ്റ്റേറ്റ്മെൻറ്റ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണെങ്കിൽ നമ്മൾ ടാഗ് ക്വസ്റ്റ്യനിൽ ഉപയോഗിക്കുക ഡൂവോ ഡസോ ആയിരിക്കും. തന്ന സ്റ്റേറ്റ്മെൻറ്റ് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണെങ്കിൽ നമ്മൾ ടാഗ് ക്വസ്റ്റ്യനിൽ ഉപയോഗിക്കുക ഡിഡ് ആണ്. ഇവിടുത്തെ ഈ സെൻറ്റൻസ് മൈ മദർ സ്റ്റുഡ് അറ്റ് ദ വിൻഡോ അത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ ഓക്സിലറീസ് ഇല്ല. പക്ഷേ ടാഗ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഓക്സിലറി കൂടിയേ തീരും. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഒരു ഓക്സിലറി സപ്ലൈ ചെയ്യണം. നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഡിഡ് ആണ്. മൈ മദർ സ്റ്റുഡ് അറ്റ് ദ വിൻഡോ, ഡിഡിൻ ഷീ? ഇല്ലേ? ഈ സെൻറ്റൻസ് അഫർമേറ്റീവ് ആണ്. അതുകൊണ്ട് നമ്മൾ ഉപയോഗിച്ച ടാഗ് നെഗറ്റീവ് ആയിരുന്നു. ഡിഡിൻറ്റ് എന്നാണ് പറഞ്ഞത്, ഡിഡ് അല്ല. ഓൾ മൈ ക്ലോത്ത്സ് വെർ ന്യൂ, എൻ്റെ എല്ലാ വസ്ത്രങ്ങളും പുതിയതായിരുന്നു. വേറെന്തേ? ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള ഓക്സിലറി ഏതാണ്? വേറാണ്. അഫർമേറ്റീവ് ആയ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിച്ച ടാഗ് നെഗറ്റീവ് ആണ്. വേറിൻ്റെ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്.
ഓൾ മൈ ക്ലോത്ത്സ് അതൊരു പ്ലൂറൽ എക്സ്പ്രഷൻ ആണ്. പിന്നെ അതിനെ സൂചിപ്പിക്കാനായി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്ലൂറൽ പ്രൊനൗൺ ആണ് ദേ. ഐ എം ഇൻ ഡെറ്റ് ആറൻറ്റ് ഐ. ഇവിടെ സ്റ്റേറ്റ്മെന്റിൽ ഉപയോഗിച്ചിട്ടുള്ള ഓക്സിലറി ഏതാണ്? ആം ആണ്. പക്ഷെ നമ്മൾ ടാഗ് ക്വസ്റ്റ്യനിൽ എന്താ ഉപയോഗിച്ചത്? ആമിൻ്റെ എന്നല്ല പറഞ്ഞത്, ആറിൻ്റെ എന്നാണ് പറഞ്ഞത്. തന്ന സ്റ്റേറ്റ്മെന്റിലെ വെർബ് ആം ആണെങ്കിൽ ടാഗ് ക്വസ്റ്റ്യനിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ആറിൻ്റെ ഐ ആണ്. തന്ന സ്റ്റേറ്റ്മെന്റിലെ വെർബ് നെഗറ്റീവ് ആണെങ്കിൽ ആം നോട്ട് ആണെങ്കിൽ ടാഗ് ക്വസ്റ്റ്യനിൽ നമ്മൾ ഉപയോഗിക്കുക ആം ആണ്. ഇവിടെ തന്നിട്ടുള്ള ഒരു അഫർമേറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ് ഐ മീൻ ഡെറ്റ്, ഞാൻ കടപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ ഞാൻ കടത്തിലാണ്. ഈ ഒരു അഫർമേറ്റീവ് സ്റ്റേറ്റ്മെന്റിന് ശേഷം നമുക്ക് പിന്നെ വേണ്ടത് ഒരു നെഗറ്റീവ് ടാഗ് ആണ്. ആമിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന നെഗറ്റീവ് ടാഗ് ആമിൻ്റെ അല്ല ആറിൻ്റെ ആണ്. ഇതെപ്പോഴും ഓർത്തിരിക്കണം. പലപ്പോഴും എക്സാംസിന് വരും, പല സ്റ്റുഡൻസും തെറ്റിക്കാറുമുണ്ട്. ടുഡേ യു ട്രൂലി ബിഗിൻ ലൈഫ് ഡോണ്ട് യു. ഇന്ന് നീ യഥാർത്ഥത്തിൽ തന്നെ ജീവിതം തുടങ്ങുകയാണ് അല്ലേ? ഇവിടുത്തെ വെർബ് ഏതാ? ബിഗിൻ. അത് ഏത് ടെൻസിലാണ്? സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. സിമ്പിൾ പ്രസന്റ് ടെൻസിലും സിമ്പിൾ പാസ്റ്റ് ടെൻസിലും ഓക്സിലറീസ് അല്ല. ഇങ്ങനെ ഓക്സിലറീസ് ഇല്ലാത്ത സാഹചര്യങ്ങളിൽ ടാഗ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ നമ്മളൊരു ഓക്സിലറി സപ്ലൈ ചെയ്യണം. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഡൂവും ഡസും ആണ്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഡസ് ഉപയോഗിക്കും, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ഡു ഉപയോഗിക്കും. ഇവിടുത്തെ സബ്ജക്റ്റ് യു ആണ്. യു സിംഗുലർ ആവാം, പ്ലൂറൽ ആവാം, പക്ഷെ യുവിൻ്റെ കൂടെ എല്ലായ്പ്പോഴും നമ്മൾ ഡു ആണ് ഉപയോഗിക്കുന്നത്. ഇതൊരു അഫർമേറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയത് കാരണം പിന്നെ നമുക്ക് വേണ്ടത് ഒരു നെഗറ്റീവ് ടാഗ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഡു യു എന്നല്ല പറയുന്നത്, ഡോണ്ട് യു എന്നാണ്. ടുഡേ യു ട്രൂലി ബിഗിൻ ലൈഫ്. ഇന്ന് നീ യഥാർത്ഥത്തിൽ തന്നെ ജീവിതം തുടങ്ങുകയാണ് അല്ലേ? ഡോണ്ട് യു. ഫാദർ ഹാസ് ലോവേർഡ് ഹിസ് ഹെഡ് ഹാസ് ഇൻ ഹി. ഈ സെന്റൻസ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലാണ്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ഓക്സിലറി ഹാസ് ആണ്. ഈ ഹാസ് ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ ടാഗ് ക്വസ്റ്റ്യനും ഉണ്ടാക്കുന്നത്. തന്നത് അഫർമേറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയത് കാരണം നമുക്ക് വേണ്ടത് നെഗറ്റീവ് ടാഗ് ആണ്. ഹാസിൻറ്റ് ഹി. ദ ലേഡി ഇൻ ദ സ്കൂൾ കെയേഴ്സ് ഫോർ ചിൽഡ്രൻ ഡസൻ ഷീ. ഇവിടുത്തെ സബ്ജക്റ്റ് ലേഡി അല്ലേ? വെർബ് കെയേഴ്സ് ആണ്. അത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ ടാഗ് ക്വസ്റ്റ്യനിൽ ഉപയോഗിക്കുക ഡസ് ആണ്. ഇവിടെ ടാഗ് ക്വസ്റ്റ്യന്റെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് ഷീ എന്ന പ്രൊനൗൺ ആണ്. അത് സിംഗുലർ പ്രൊനൗൺ ആണ്. അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന വെർബും ഡസ് തന്നെയാണ്. ഡസൻ ഷീ. തന്നത് അഫർമേറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. പിന്നെ അതിനുശേഷം നെഗറ്റീവ് ടാഗ്. ദ ലേഡി ഇൻ ദ സ്കൂൾ കെയേഴ്സ് ഫോർ ചിൽഡ്രൻ. കെയേഴ്സ് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ ടാഗ് ക്വസ്റ്റ്യനിൽ ഡസൻറ്റ് ഉപയോഗിച്ചത്. ഫാദർ വിൽ സെറ്റിൽ അഗെയിൻ ഇൻ ഹിസ് റോക്കിംഗ് ചെയർ വോണ്ട് ഹി. ഇവിടുത്തെ വെർബ് ഏതാ? വിൽ സെറ്റിൽ. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ. ടാഗ് ക്വസ്റ്റ്യനിൽ നമ്മൾ ഈ വില്ല് തന്നെ ഉപയോഗിക്കും. ഇതൊരു അഫർമേറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയത് കാരണം ടാഗ് ക്വസ്റ്റ്യനിൽ നമ്മൾ വിൽ നോട്ട് ആണ് ഉപയോഗിക്കുന്നത്. വോണ്ട് ഹി. വി ഓൾസോ ഹാഡ് അവർ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ടു ലാംഗ്വേജ് ഡിഡിൻ വി. ഇവിടെ എങ്ങനെയാണ് ഡിഡ് വന്നത്? ടാഗ് ക്വസ്റ്റ്യനിൽ തന്ന സ്റ്റേറ്റ്മെന്റിൽ ഓക്സിലറി ഹാഡ് ആയിരുന്നു. ആ സ്ഥിതിക്ക് ടാഗ് ക്വസ്റ്റ്യനിൽ ഹാഡ് അല്ലേ വേണ്ടത് എന്ന് പലർക്കും സംശയം തോന്നിയേക്കാം. അങ്ങനെയല്ല. ഈ തന്ന സ്റ്റേറ്റ്മെന്റ് ഇത് സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ തന്നെയാണ്. ഹാഡ് കാണുമ്പോഴേ അത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. ഹാഡിന് ശേഷം മറ്റൊരു വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ V3 അത് വരുമ്പോഴാണ് ആ സെന്റൻസ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലാവുന്നത്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന ടാഗ് ക്വസ്റ്റ്യനിൽ ഹാഡ് തന്നെയാണ് വരിക. തന്ന സ്റ്റേറ്റ്മെന്റിൽ ഹാഡ് മാത്രമേ ഉള്ളൂ, അതിനുശേഷം മറ്റൊരു വെർബിന്റെ V3 കാണുന്നില്ലെങ്കിൽ ആ സെന്റൻസ് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ ടാഗ് ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഡിഡ് ആണ്, ഹാഡ് അല്ല. വി ഓൾസോ ഹാഡ് അവർ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ടു ലാംഗ്വേജ് ഡിഡിൻ വി. ഹാഡിൻറ്റ് വി അല്ല, ഡിഡിൻ വി. ബി എ മാൻ വോണ്ട് യു. ഇതൊരു ഇമ്പറേറ്റീവ് സെന്റൻസ് ആണ്. ഇമ്പറേറ്റീവ്സിന് ശേഷം അങ്ങനെ ചെയ്യൂ എന്ന് പറയുമ്പോൾ പിന്നെ അതിനുശേഷം വരുന്ന ടാഗ് ക്വസ്റ്റ്യൻ ചെയ്യില്ലേ എന്നായിരിക്കും. അത് വോണ്ട് യു. ലെറ്റ് മീ ടേക്ക് യു അക്രോസ് ഷോൾ ഐ. ഇവിടുത്തെ വെർബ് ലെറ്റ് ആണ്. ഇതും ഒരു ഇമ്പറേറ്റീവ് സെന്റൻസ് തന്നെയാണ്. ലെറ്റ് മീക്ക് ശേഷം ഉപയോഗിക്കുന്ന ടാഗ് എല്ലായ്പ്പോഴും ഷോൾ ഐ ആയിരിക്കണം. ലെറ്റസിന് ശേഷം ഉപയോഗിക്കുന്ന ടാഗ് ഷോൾ ബി ആയിരിക്കണം. അത് ഓർത്ത് വയ്ക്കുക. ദ കോച്ചസ് നോ ലോങ്ങർ സീംഡ് ടു റൺ ഓൺ റെയിൽസ്. ഇവിടുത്തെ വെർബ് ഏതാ? സീംഡ്. സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ അല്ലേ? ഈ തന്ന സ്റ്റേറ്റ്മെന്റ് അഫർമേറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഇവിടെ നമുക്ക് നോട്ട് കാണാനില്ല, പക്ഷെ നോ ലോങ്ങർ എന്നൊരു എക്സ്പ്രഷൻ കാണാനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നോട്ട് തന്നെ കാണണമെന്നില്ല. നെഗറ്റീവായ ഏതെങ്കിലും ഒരു വേർഡ് ആ സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടെങ്കിൽ അതിനെ ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയി കണക്കാക്കണം. പിന്നെ അതിനുശേഷം വരെ അഫർമേറ്റീവ് ടാഗ് ആണ്. ദ കോച്ചസ് നോ ലോങ്ങർ സീംഡ് ടു റൺ ഓൺ റെയിൽസ് ഡിഡ് ദേ. സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. അതുകൊണ്ട് തന്നെ ടാഗ് ക്വസ്റ്റ്യനിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓക്സിലറി ഡിഡ് ആണ്. ഇവിടെ ഡിഡിൻറ്റ് എന്ന് പറയരുത്, കാരണം ഈ തന്ന സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണ്. പിന്നെ നമുക്ക് വേണ്ടത് അഫർമേറ്റീവ് ടാഗ് ആണ്. ഷി കുഡ് ഹാർഡ്ലി ഇമാജിൻ ഷി വാസ് ഓൺ ദിസ് എർത്ത്. കുഡ് ഷി. ഇവിടെയും നമ്മൾ ഉപയോഗിച്ചത് ഒരു അഫർമേറ്റീവ് ടാഗ് ആണ്. തന്ന സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് നോ, നോട്ട് അതുപോലത്തെ വേർഡ്സ് ഒന്നും കാണാൻ കഴിയുന്നില്ല. പക്ഷെ ഇവിടെ ഹാർഡ്ലി എന്നൊരു വേർഡ് ഉണ്ട്. അതും ഒരു നെഗറ്റീവ് വേർഡ് തന്നെയാണ്. ഹാർഡ്ലിക്ക് ശേഷം പിന്നെ വരുന്നത് അഫർമേറ്റീവ് ടാഗ് ആയിരിക്കും. ഷീ കുഡ് ഹാർഡ്ലി ഇമാജിൻ ഷി വാസ് ഓൺ ദിസ് എർത്ത്. കുഡ് ഷീ. അവൾക്ക് കഴിഞ്ഞോ?
അപ്പോൾ ഇത്രയുമാണ് ക്വസ്റ്റ്യൻ ടാഗ്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ടാഗ് ക്വസ്റ്റ്യൻ നമ്മളൊരു ഓക്സിലറി വെർബും അതുപോലെ ഒരു പ്രൊനൗണും ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്. തന്ന സ്റ്റേറ്റ്മെന്റ് അഫർമേറ്റീവ് ആണെങ്കിൽ നമുക്ക് വേണ്ടത് നെഗറ്റീവ് ടാഗ് ആണ്. തന്ന സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് വേണ്ടത് അഫർമേറ്റീവ് ടാഗ് ആണ്. ലെറ്റ്സിന് ശേഷം വരുന്ന ടാഗ് ഷോൾ ബി ആയിരിക്കും. ലെറ്റ് മീക്ക് ശേഷം വരുന്ന ടാഗ് ഷോൾ ഐ ആയിരിക്കും. ആമിന് ശേഷം വരുന്ന ടാഗ് എല്ലായ്പ്പോഴും ആറിൻ്റെ ഐ ആണ്. ആം നോട്ടിന് ശേഷം വരുന്ന ടാഗ് ആം ആണ്. ഒരു സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആവാൻ അതിൽ നോട്ട് ഉണ്ടാവണമെന്നൊരു നിർബന്ധവുമില്ല. മറ്റ് നെഗറ്റീവ് വേർഡ്സ് ഉണ്ടായാലും മതി. നോ, നോ ലോങ്ങർ, നോ ബഡി, നോ വൺ, നത്തിങ്, ഇതെല്ലാം നെഗറ്റീവ് വേർഡ്സ് ആണ്. തന്ന സ്റ്റേറ്റ്മെന്റിൽ ഈ വേർഡ്സിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് അഫർമേറ്റീവ് ടാഗ് ആണ്. Now complete the conversation. Narrator. Our school is a beautiful place. നമ്മുടെ സ്കൂൾ ഒരു നല്ല സ്ഥലമാണ് അല്ലേ, നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് അല്ലേ. ഈ സ്റ്റേറ്റ്മെന്റ് അഫർമേറ്റീവ് ആണല്ലേ. അപ്പോൾ നമുക്ക് വേണ്ടത് നെഗറ്റീവ് ടാഗ് ആണ്. ഇവിടെ ഒരു ഓക്സിലറി ഉണ്ട്, ഈസ്. ആ ഓക്സിലറി തന്നെയാണ് നമ്മൾ ടാഗ് ക്വസ്റ്റ്യനിൽ ഉപയോഗിക്കുന്നത്. സ്കൂള് അതൊരു ജീവനില്ലാത്ത വസ്തുവാണ്. അപ്പോൾ അതിനെക്കുറിച്ച് സൂചിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊനൗൺ ഇറ്റ് ആണ്, ഈസിൻറ്റ് ഇറ്റ്. അവർ സ്കൂൾ ഈസ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്, ഈസിൻറ്റ് ഇറ്റ്. ഇതിൻ്റെ ആൻസർ ഞാൻ അടുത്ത പേജിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇതൊന്ന് പറഞ്ഞു പോകാം. അവർ സ്കൂൾ ഈസ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്, ഈസിൻറ്റ് ഇറ്റ്. റിയലി ഐ ലവ് ഇറ്റ്. ശരിക്കും എനിക്കത് ഇഷ്ടമാണ്. യു ടു ലൈക്ക് ഇറ്റ്. ഈ സ്റ്റേറ്റ്മെന്റ് ഏത് ടെൻസിലാണ്? ലൈക്ക് ആണ് ഇവിടെ തന്നിട്ടുള്ള വെർബ്. അത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമ്മൾ ടാഗ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ ഉപയോഗിക്കുക ഡു അല്ലെങ്കിൽ ഡസ് എന്ന ഓക്സിലറിയാണ്. ഇവിടെ ഡു ഉപയോഗിക്കണോ ഡസ് ഉപയോഗിക്കണോ? ഇവിടുത്തെ ടാഗ് ക്വസ്റ്റ്യൻ്റെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് യു ആണ്. യുവിൻ്റെ കൂടെ നമ്മൾ എല്ലായ്പ്പോഴും ഡു ആണ് ഉപയോഗിക്കുക. തന്ന സ്റ്റേറ്റ്മെന്റ് അഫർമേറ്റീവ് ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് നെഗറ്റീവ് ടാഗ് ആണ് വേണ്ടത്. ഡോണ്ട് യു. യു ടു ലൈക്ക് ഇറ്റ്. നിനക്കും ഇഷ്ടമാണ് അല്ലേ. ഡോണ്ട് യു. യെസ് ഐ ഡു. എനിക്കുമാണ്. അവർ ടീച്ചേഴ്സ് കെയർ ഫോർ അസ്. നമ്മുടെ ടീച്ചേഴ്സ് നമുക്ക് വേണ്ട എല്ലാ പരിചരണങ്ങളും എല്ലാ സ്നേഹവും എല്ലാം നൽകുന്നുണ്ട്. They will not let anything amiss happen to us. നമുക്ക് എന്തെങ്കിലും ഒരു അപകടം, ഒരു അബദ്ധം സംഭവിക്കാൻ അവർ സമ്മതിക്കില്ല. They will not let. ഇവിടുത്തെ വെർബ് will not ആണ്. അത് നെഗറ്റീവ് വെർബാണ്. നമ്മൾ ടാഗ് ക്വസ്റ്റ്യനിൽ പിന്നെ ഉപയോഗിക്കുന്ന will ആണ്. Will they? അവർ അങ്ങനെ സമ്മതിക്കുമോ? Will they? The head lady really cares for us. ഇവിടുത്തെ വെർബ് ഏതാ? cares. സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ള വെർബ് അല്ലേ. തന്ന സ്റ്റേറ്റ്മെന്റ് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണെങ്കിൽ ടാഗ് ക്വസ്റ്റ്യനിൽ നമ്മൾ ഡു അല്ലെങ്കിൽ ഡസ് വേണം ഉപയോഗിക്കാൻ. ഇവിടുത്തെ സബ്ജക്റ്റ് ഹെഡ് ലേഡി ആണ്. അതൊരു സിംഗുലർ നൗൺ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് ഡസ് ആണ്. ഡസിൻ ഷീ. പിന്നെ ഡസിൻറ്റ് ഹെഡ് ലേഡി എന്നൊന്നും പറയരുത്. ടാഗ് ക്വസ്റ്റ്യനിൽ നമ്മൾ എല്ലായ്പ്പോഴും പ്രൊനൗൺസ് ആണ് യൂസ് ചെയ്യുന്നത്. ഡസിൻ ഷീ. Yeah, we have different kinds of toys here. They let us play with them. They let us play with them. ഇവിടുത്തെ വെർബ് ലെറ്റ് ആണ്. സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ ഉപയോഗിക്കുന്നത് ടാഗ് ക്വസ്റ്റ്യനിൽ ഡുവോ ഡസ്സോ ആയിരിക്കും. സബ്ജക്റ്റ് ദേ ആണ്. അത് കാരണം നമ്മൾ ഡു ആണ് ഉപയോഗിക്കുന്നത്. ഡോണ്ട് ദേ. നെഗറ്റീവ് ടാഗ് വേണം നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. യെസ് ബട്ട് ഓൺലി ഡ്യൂറിങ് ലെഷർ ടൈം. ലെറ്റ്സ് ഗോ ആൻഡ് പ്ലേ. ഷോൾ ബി. ലെറ്റ്സിന് ശേഷം എല്ലായ്പ്പോഴും ഷോൾ ബി. ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവർ സ്കൂൾ ഈസ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്, ഈസിൻറ്റ് ഇറ്റ്. യു ടു ലൈക്ക് ഇറ്റ്. ഡോണ്ട് യു? ദേ വിൽ നോട്ട് ലെറ്റ് എനിത്തിങ് അമിസ് ഹാപ്പൻ ടു us. വിൽ ദേ? The head lady really cares for us, doesn't she? They let us play with them, don't they? Let's go and play, shall we? Nainika, a class 9 student, went home and narrated the story half a day to her younger brother. The first few sentences of Nainika's narration are given below. Read them carefully. Nainika 9ാം ക്ലാസ്സിലെ ഒരു സ്റ്റുഡൻ്റ് ആണ്. അവൾ വീട്ടിൽ പോയി ഹാഫ് എ ഡേ എന്ന സ്റ്റോറി അവളുടെ അനിയന് പറഞ്ഞു കൊടുക്കുകയാണ്. അവൾ എങ്ങനെ പറഞ്ഞു, അതിൻ്റെ ആദ്യത്തെ കുറച്ച് സെൻറ്റൻസസ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. നിതിൻ, ഐ റെഡ് എൻ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ടുഡേ. ഇന്ന് ഞാനൊരു രസകരമായ കഥ വായിച്ചു. ഇറ്റ്സ് എ സ്റ്റോറി ഓഫ് എ ലിറ്റിൽ ബോയ്. അതൊരു ചെറിയ ആൺകുട്ടിയുടെ കഥയാണ്. ഹി വാസ് ടേക്കൺ ടു സ്കൂൾ ഫോർ ദ ഫസ്റ്റ് ടൈം ബൈ ഹിസ് ഫാദർ. ആദ്യമായിട്ട് അവനെ സ്കൂളിലേക്ക് അവൻ്റെ അച്ഛൻ കൊണ്ടുപോയിരിക്കുകയാണ്. ഓൾ ഹിസ് ക്ലോത്ത്സ്, ദ ബ്ലാക്ക് ഷൂസ്, ദ ഗ്രീൻ സ്കൂൾ യൂണിഫോം ആൻഡ് ദ റെഡ് ടർബൂഷ് വെർ ന്യൂലി ബോട്ട് ഫോർ ദ സ്പെഷ്യൽ ഡേ. അവൻ്റെ വസ്ത്രങ്ങൾ, അവൻ്റെ ഷൂസ്, അവൻ്റെ ഗ്രീൻ യൂണിഫോം, അതുപോലെ തന്നെ അവൻ തലയിൽ ധരിച്ചിരിക്കുന്ന ആ തൊപ്പി, അതെല്ലാം ഈ ഒരു ദിവസത്തിന് വേണ്ടി പുതിയതായി വാങ്ങിച്ചവയാണ്. While he was walking to school, he was being watched by his mother. അവൻ സ്കൂളിലേക്ക് നടന്നു പോകുമ്പോൾ അവൻ അവൻ്റെ അമ്മയാൽ നിരീക്ഷിക്കപ്പെടുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ വീക്ഷിക്കപ്പെടുന്നുണ്ടായിരുന്നു. His father and he had walked along a street lined with gardens on both sides. രണ്ടു വശങ്ങളിലും പൂന്തോട്ടങ്ങളുള്ള ഒരു സ്ട്രീറ്റിലൂടെയാണ് അവനും അവൻ്റെ അച്ഛനും നടന്നു പോയിട്ടുണ്ടായിരുന്നത്. Extensive fields that had been planted with crops, prickly pears, henna trees and a few date palms could be seen on either side of the street. സ്ട്രീറ്റിന്റെ ഇരുവശങ്ങളിലും വിശാലമായ കൃഷിയിടങ്ങൾ. അവിടെ എന്തെല്ലാം തരത്തിലുള്ള ക്രോപ്സ് ഉണ്ട്? പ്രിക്ലി പിയേഴ്സ് ഉണ്ട്, മൈലാഞ്ചിയുടെ മരങ്ങളുണ്ട്, ഹെന്ന ട്രീസ് ഉണ്ട്,
ഈന്തപ്പനകളും ഉണ്ട്. ഇതെല്ലാം കൃഷി ചെയ്യുന്ന തോട്ടങ്ങളായിരുന്നു ഈ സ്ട്രീറ്റിന്റെ രണ്ട് വശങ്ങളിലും ഉണ്ടായിരുന്നത്. Now read the story half a day again and identify the sentences in the story that convey the same meaning. നൈനികയുടെ കഥയിലുള്ള ആ സെന്റൻസസിന്റെ അതേ മീനിങ് വരുന്ന സെന്റൻസസ് നിങ്ങൾ ഈ സ്റ്റോറിയിൽ നിന്ന് എടുക്കണം. Write the sentences in the table given below. He was taken to school for the first time by his father. അവൻ അവന്റെ അച്ഛനാൽ സ്കൂളിലേക്ക് കൊണ്ടുപോകപ്പെട്ടു. അങ്ങനെയാണ് നൈനിക പറയുന്നത്. സ്റ്റോറിയിലെ സെന്റൻസ് എന്തായിരുന്നു? I proceeded alongside my father. ഞാൻ എൻ്റെ അച്ഛൻ്റെ കൂടെ നടന്നു, അല്ലേ? My mother stood at the window watching us. ഇതാണ് സ്റ്റോറിയിലുള്ള ലൈന്. നൈനികയുടെ കഥയിലുള്ള ലൈൻ എന്താണ്? He was being watched by his mother. അവൻ അവൻ്റെ അമ്മയാൽ നിരീക്ഷിക്കപ്പെടുന്നുണ്ടായിരുന്നു. On both sides were fields planted with crops. രണ്ട് വശങ്ങളിലും കൃഷിയിടങ്ങളായിരുന്നു. പാടങ്ങളിൽ ധാരാളം വിളകൾ കൊണ്ട് നിറഞ്ഞ കൃഷിയിടങ്ങളായിരുന്നു രണ്ട് വശങ്ങളിലും. Fields that had been planted with crops could be seen on either side of the road. റോഡിന്റെ ഇരുവശങ്ങളിലും കാണാൻ കഴിയുമായിരുന്നു. എന്ത്? That had been planted with crops. കൃഷി ചെയ്യപ്പെട്ട പാടങ്ങൾ. ധാരാളം വിളകളാൽ സമ്പന്നമായ പാടങ്ങൾ രണ്ട് വശങ്ങളിലും കാണാൻ സാധിക്കുമായിരുന്നു. Now let's analyze the sentences. What difference do you notice between the two sets of sentences in the table? Which of these sentences express the active role of the doer of the actions mentioned? ഇതിൽ ഈ രണ്ട് സെറ്റ് സെന്റൻസസിൽ ഏതാണ് ആ പ്രവൃത്തി ചെയ്യുന്ന വ്യക്തിയെ, ആര് പ്രവൃത്തി ചെയ്യുന്നു അവരുടെ ആ ആക്റ്റീവ് റോളിനെ എംഫസൈസ് ചെയ്യുന്നത് ഏത് സെന്റൻസ് ആണ്? The sentences in column B do not emphasize the doer. രണ്ടാമത്തെ സെന്റൻസിൽ ആരാണോ ചെയ്യുന്നത് അവരെ കുറിച്ച് പറയുന്നില്ല. പറയുന്നുണ്ടായിരിക്കും, പക്ഷെ അവർക്കല്ല ആ സെന്റൻസിൽ പ്രാധാന്യം. These sentences emphasize the action rather than the agent. ഇവിടെ ആര് ചെയ്യുന്നു എന്നതിനേക്കാൾ പ്രധാനം എന്താണ്? എന്ത് ചെയ്തു എന്നതിനാണ് പ്രധാനം. ആക്ഷൻ ആണ് പ്രധാനം, അത് ചെയ്ത ആൾക്കല്ല. It's not always necessary to mention the doer of the action. എല്ലായ്പ്പോഴും ഒരു പ്രവൃത്തി ആരാണ് ചെയ്തത് എന്ന് പറയേണ്ട ആവശ്യമില്ല. Especially if this can be understood or is unknown or unimportant. പലപ്പോഴും ഇത് ആ കോണ്ടെക്സ്റ്റിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ആരാണ് ചെയ്തത് എന്ന്. ചില സാഹചര്യങ്ങളിൽ ആരാണ് ചെയ്തത് എന്ന് നമുക്ക് അറിയുന്നുണ്ടായിരിക്കില്ല. മറ്റു ചില സാഹചര്യങ്ങളിലോ ആര് ചെയ്തു എന്നത് അപ്രസക്തമായിരിക്കാം. ഇതുപോലത്തെ സാഹചര്യങ്ങളിൽ ആക്ഷനെ കുറിച്ച് മാത്രം പറഞ്ഞാൽ മതി, അത് ആര് ചെയ്തു എന്ന് പറയേണ്ട ആവശ്യമില്ല. Such sentences are in the passive voice. ഒരു സെന്റൻസിൽ പറയുന്ന ആക്ഷൻ ആ സെന്റൻസിന്റെ സബ്ജക്റ്റ് തന്നെയാണ് പെർഫോം ചെയ്യുന്നതെങ്കിൽ ആ സെന്റൻസ് ആക്റ്റീവ് വോയിസിലാണ്. സബ്ജക്റ്റ് ആണ് ഡുവർ എങ്കിൽ ആ സെന്റൻസ് ആക്റ്റീവ് വോയിസിലാണ്. ഒരു സെന്റൻസിന്റെ സബ്ജക്റ്റ് ഒന്നും ചെയ്യുന്നില്ല, അതിനെന്തോ സംഭവിക്കുകയാണെങ്കിൽ ആ സെന്റൻസ് പാസീവ് വോയിസിലാണ്. അതായത് സബ്ജക്റ്റ് ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ ആ സെന്റൻസ് പാസീവ് വോയിസിൽ, സബ്ജക്റ്റിന് എന്തോ സംഭവിച്ചു എന്ന് പറയുന്നതിന് വേണ്ടിയാണ് അത്തരം സെന്റൻസസ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആക്റ്റീവ് വോയിസിൽ ആക്ഷൻ ചെയ്യുന്നത് സബ്ജക്റ്റ് ആയിരിക്കും. പാസീവ് വോയിസിൽ സബ്ജക്റ്റ് ഒന്നും ചെയ്യുന്നുണ്ടായിരിക്കില്ല, അതിന് പകരം സബ്ജക്റ്റിന് എന്തോ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. മാച്ച് ദ സെന്റൻസസ് ഇൻ പാസീവ് വോയിസ് ഇൻ ദ കറസ്പോണ്ടിങ് സിറ്റുവേഷൻ. കുറച്ച് സെന്റൻസസ് തന്നിട്ടുണ്ട്, ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ആ സെന്റൻസസ് ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കുക എന്ന് കൂടി നമ്മൾ പറയണം. ദ വിമൻസ് റിസർവേഷൻ ബിൽ വാസ് പാസ്ഡ് ബൈ ദ ലോകസഭ. വിമൻസ് റിസർവേഷൻ ബില്ല് ലോകസഭ പാസ്സാക്കി. ഇറ്റ് വാസ് പാസ്ഡ്. ഒരു ഇവന്റിനെ നമ്മളിവിടെ റിപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് ഇതിന്റെ ആൻസറായി വരുന്ന റിപ്പോർട്ടിംഗ് ആൻ ഇവന്റ് ആണ്. ദ വിമൻസ് റിസർവേഷൻ ബിൽ വാസ് പാസ്ഡ് ബൈ ദ ലോകസഭ. റിപ്പോർട്ടിംഗ് ആൻ ഇവന്റ്. ദ ഡിസിഷൻ ടു കണ്ടക്ട് ദ ടൂർ വാസ് ടേക്കൺ ബൈ ദ ഹെഡ് മിസ്ട്രസ്. ടൂർ പോകാനുള്ള തീരുമാനം അത് ഹെഡ് മിസ്ട്രസ് ആണ് എടുത്തത്. അതൊരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ആണ്. ദ സോഫ്റ്റ്വെയർ വാസ് ഇൻസ്റ്റാൾഡ് ഓൺ ദ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൽ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തു. അത് ടെക്നിക്കൽ ഡോക്യുമെന്റേഷൻ ആണ്. ദ പേഷ്യന്റ് വാസ് എക്സാമിൻഡ് ബൈ എ ടീം ഓഫ് ഡോക്ടേഴ്സ്. ഹെൽത്ത് കെയർ ആൻഡ് മെഡിക്കൽ റിപ്പോർട്ട്സിലാണ് ഇതുപോലത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് കാണാൻ സാധിക്കുക. ദ കോൺട്രാക്ട് വാസ് സൈൻഡ് ബൈ ബോത്ത് പാർട്ടീസ്. ലീഗൽ ഡോക്യുമെന്റ്സിൽ ഇതുപോലത്തെ സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് കാണാം. ദ ഓർഡർ വാസ് ആക്സെപ്റ്റഡ് ബൈ ദ വെണ്ടർ. ആ വെണ്ടർ, കച്ചവടക്കാരൻ, ആ ഓർഡർ സ്വീകരിച്ചു. ബിസിനസ് കറസ്പോണ്ടൻസ് ആണ്. പൊതുവെ പാസീവ് വോയിസ് നമ്മൾ ഉപയോഗിക്കുന്നത് ആര് ചെയ്തു എന്ന് പറയേണ്ട ആവശ്യമില്ലാത്ത സാഹചര്യങ്ങളാണ്. അത് അപ്രസക്തമാവുന്ന സാഹചര്യങ്ങളിലാണ് പാസീവ് വോയിസ് ഉപയോഗിക്കുന്നത്. A few sentences based on the story half a day are given below. Analyze them and note the change in the form of the verb. ഹാഫ് എ ഡേ എന്ന സ്റ്റോറിയിലെ കുറച്ച് സെന്റൻസസ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. തന്നിട്ടുള്ള സെന്റൻസസ് ആക്റ്റീവ് വോയിസിലാണ്, ഒരു സെന്റൻസ് പാസീവ് വോയിസിലും തന്നിട്ടുണ്ട്. നമുക്ക് എല്ലാ സെന്റൻസസും പാസീവ് വോയിസിലേക്ക് മാറ്റി. പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ വെർബ്സ് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത് എന്ന് നോട്ട് ചെയ്യണം. അതാണ് ഇവിടെ ചെയ്യേണ്ടത്. ഐ ചലഞ്ചഡ് മൈ ഫാദർ ഓപ്പൺലി. ഞാൻ എൻ്റെ അച്ഛനെ പരസ്യമായി തന്നെ വെല്ലുവിളിച്ചു. ഈ സെന്റൻസ് ഏത് ടെൻസിലാണ്?
സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ അല്ലെ. നമുക്കൊരു സെന്റൻസിനെ ആക്റ്റീവ് വോയിസിൽ നിന്ന് പാസീവ് വോയിസിലേക്ക് മാറ്റാൻ ആദ്യം ആ തന്നിട്ടുള്ള സെന്റൻസ് ഏത് ടെൻസിലാണ് എന്നറിയണം. ഓരോ ടെൻസിനും ഡിഫറെന്റ് പാസീവ് ഫോംസ് ആണുള്ളത്. ഐ ചലഞ്ചഡ് മൈ ഫാദർ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ V2 ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. ഇതിന്റെ പാസീവ് ഫോം എന്താ? സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ പാസീവ് ഫോം വാസ് അല്ലെങ്കിൽ വേർ പ്ലസ് V3 ആണ്. പാസീവ് വേർബ് ഫോംസ് എല്ലായ്പ്പോഴും പാസ്റ്റ് പാർട്ടിസിപ്പിളിൽ V3യിലാണ് അവസാനിക്കുന്നത്. അതുപോലെ തന്നെ ഒരു സെന്റൻസ് ആക്റ്റീവ് വോയിസിൽ നിന്ന് പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ആക്റ്റീവ് വോയിസിലുള്ള സെന്റൻസിന്റെ ഒബ്ജക്റ്റ് ഏതോ അതാണ് പാസീവ് വോയിസിലുള്ള സെന്റൻസിന്റെ സബ്ജക്റ്റ് ആയി മാറുന്നത്. ഇവിടുത്തെ ആക്റ്റീവ് വോയിസിലുള്ള സെന്റൻസിന്റെ ഒബ്ജക്റ്റ് മൈ ഫാദർ ആണ്. സബ്ജക്റ്റ് ഐ, വെർബ് ചലഞ്ചഡ്. നമ്മൾ ഇതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ ഇവിടുത്തെ ഒബ്ജക്റ്റ് ആയി മൈ ഫാദർ ഉപയോഗിച്ചാണ് ആ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മൈ ഫാദർ വാസ് ഓപ്പൺലി ചലഞ്ച്ഡ് ബൈ മീ. മൈ ഫാദർ വാസ് ഓപ്പൺലി ചലഞ്ച്ഡ് ബൈ മീ. ചലഞ്ച്ഡ് എന്ന ആക്റ്റീവ് വെർബ് പാസീവ് വോയിസിലേക്ക് മാറ്റിയപ്പോൾ വാസ് ചലഞ്ച്ഡ് ആയി മാറി. നമ്മളിവിടെ വാസ് ഉപയോഗിക്കാൻ എന്താ കാരണം? ഇവിടുത്തെ സബ്ജക്റ്റ് മൈ ഫാദർ സിംഗുലർ ആണ്. സിംഗുലർ സബ്ജക്ട്സിന്റെ കൂടെ നമ്മൾ വാസ് ഉപയോഗിക്കും, പ്ലൂറൽ സബ്ജക്ട്സിന്റെ കൂടെ നമ്മൾ വേർ ഉപയോഗിക്കും. ആക്റ്റീവ് വെർബ് ചലഞ്ച്ഡ്, പാസീവ് വെർബ് വാസ് ചലഞ്ച്ഡ്. ഹി ഈസ് ത്രോയിങ് മീ ഇൻ ടു ദിസ് ബിൽഡിംഗ്. അദ്ദേഹം എന്നെ ഈ കെട്ടിടത്തിലേക്ക് വലിച്ചെറിയുകയാണ്. ഹി ഈസ് ത്രോയിങ് മീ ഇൻ ടു ദിസ് ബിൽഡിംഗ്. ഈ സെന്റൻസ് ഏത് ടെൻസിലാ? ഈസ് ത്രോയിങ്, ഈസ് പ്ലസ് ing ഏത് ടെൻസിലാ വരുന്നത്? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് അല്ലെ. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ പാസീവ് ഫോം എന്തായിരിക്കും? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ പാസീവ് ഫോം ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ പ്ലസ് ബീയിങ് പ്ലസ് V3 ആണ്. ബീയിങ് പ്ലസ് V3. നമുക്ക് ഇതിന്റെ ആൻസേഴ്സ് അടുത്ത പേജിൽ നോക്കാം. ഹി ഈസ് ത്രോയിങ് മീ ഇൻ ടു ദിസ് ബിൽഡിംഗ്. ഈസ് ത്രോയിങ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ അതിന്റെ പാസീവ് ഫോം ഈസ്, ആം, ആർ ഇതിലേതെങ്കിലും ഒന്ന് പ്ലസ് ബീയിങ് പ്ലസ് V3 ആണ്. ഐ ആം ബീയിങ് ത്രോൺ ഇൻ ടു ദിസ് ബിൽഡിംഗ്. ആക്റ്റീവ് വോയിസിലെ ഒബ്ജക്റ്റ് മീ ആണ്. അത് ഉപയോഗിച്ചാണ് നമ്മൾ പാസീവ് വോയിസിലെ സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മീ ഒബ്ജക്റ്റ് പ്രൊനൗൺ ആണ്. നമുക്ക് അതിന്റെ സബ്ജക്റ്റ് ഫോം വേണം ഉപയോഗിക്കാൻ. ഐ ആം ബീയിങ് ത്രോൺ ഇൻ ടു ദിസ് ബിൽഡിംഗ്. ഐ സബ്ജക്റ്റ് ആയി വരുമ്പോൾ പിന്നെ അതിനുശേഷം വരുന്നത് ഏത് ഫോം ആയിരിക്കും? ആം ആണ്. ഈസും ആറും നമുക്ക് ഐയുടെ കൂടെ ഉപയോഗിക്കാൻ സാധിക്കില്ല. ഐ ആം ബീയിങ് ത്രോൺ ഇൻ ടു ദിസ് ബിൽഡിംഗ്. ത്രോൺ എന്നത് ത്രോ എന്ന വെർബിന്റെ V3 ആണ്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലെ പാസീവ് ഫോം എന്ന് പറയുന്നത് ഈസ്, ആം, ആർ പ്ലസ് ബീയിങ് പ്ലസ് V3 ആണ്. ഓരോ ടെൻസിന്റെയും പാസീവ് വെർബ് ഫോംസ് അത് നിങ്ങൾക്ക് കാണാതെ അറിയണം. എങ്കിൽ മാത്രമേ നമുക്ക് ഒരു സെന്റൻസിനെ ആക്റ്റീവ് വോയിസിൽ നിന്ന് പാസീവ് വോയിസിലേക്ക് മാറ്റാൻ സാധിക്കും. അപ്പൊ ഇവിടുത്തെ ആക്റ്റീവ് വെർബ് ഈസ് ത്രോയിങ് ആണ്. അതിന്റെ പാസീവ് ഫോം ആം ബീയിങ് ത്രോൺ ആണ്. ആം ഉപയോഗിക്കാൻ കാരണം സബ്ജക്റ്റ് ആയി ആയതുകൊണ്ടാണ്. ഫാദർ വാസ് സ്റ്റിയറിംഗ് മീ അവേ ഫ്രം മൈ ഹോം. അച്ഛൻ എന്നെ എന്റെ വീട്ടിൽ നിന്ന് വേർപെടുത്തുകയായിരുന്നു. ഫാദർ വാസ് സ്റ്റിയറിംഗ് മീ. അച്ഛൻ എന്നെ വേർപെടുത്തുകയായിരുന്നു. ഈ സെന്റൻസ് ഏത് ടെൻസിലാ? വാസ് സ്റ്റിയറിംഗ്. വാസ് പ്ലസ് ing പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ഫോം ആണ്. വാസ് അല്ലെങ്കിൽ വേർ പ്ലസ് ing ആണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ഫോം. അതിന്റെ പാസീവ് ഫോം എന്താ? അതിന്റെ പാസീവ് ഫോം വാസ് അല്ലെങ്കിൽ വേർ പ്ലസ് ബീയിങ് പ്ലസ് V3 ആണ്. ഇവിടുത്തെയും ഒബ്ജക്റ്റ് മീ ആണ്. ഇനി ആ ഒബ്ജക്റ്റ് ആയി മീ ഉപയോഗിച്ചാണ് നമ്മൾ ഈ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഐ വാസ് ബീയിങ് ടോൺ അവേ ഫ്രം മൈ ഹോം. ഐ വാസ് ബീയിങ് ടോൺ അവേ ഫ്രം മൈ ഹോം. ഐ വാസ് ബീയിങ് ടോൺ അവേ ഫ്രം മൈ ഹോം. ടിയർ എന്ന വെർബിന്റെ V3 ആണ് ടോൺ. പാസീവ് വെർബ് ഫോംസ് എല്ലാം ഇപ്പോഴും V3യിലാണ് അവസാനിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ഐ വാസ് ബീയിങ് ടോൺ അവേ ഫ്രം മൈ ഹോം. ഇവിടുത്തെ ആക്റ്റീവ് വെർബ് വാസ് ടിയറിംഗ്, പാസീവ് വെർബ് വാസ് ബീയിങ് ടോൺ. ദ മെൻ വേർ സോർട്ടിംഗ് അസ്. ആ ആളുകൾ, ആ പുരുഷന്മാർ ഞങ്ങളെ തരം തിരിക്കുകയായിരുന്നു. വേർ സോർട്ടിംഗ് പാസ്റ്റ് കണ്ടിന്യൂസ് തന്നെ അല്ലേ. ഇവിടുത്തെ ഒബ്ജക്റ്റ് അസ് ആണ്, ഞങ്ങളെ. നമ്മൾ ഇനി ആ ഒബ്ജക്റ്റ് ഉപയോഗിച്ചാണ് പാസീവ് വോയിസിലുള്ള സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുക. അതിന്റെ സബ്ജക്റ്റ് ഫോം എന്താ? അസ് എന്നതിന്റെ സബ്ജക്റ്റ് ഫോം ആണ് വി. വി വേർ ബീയിങ് സോർട്ടഡ് ബൈ ദ മെൻ. വി വേർ ബീയിങ് സോർട്ടഡ് ബൈ ദ മെൻ. ഇവിടെ വേർ ഉപയോഗിക്കാൻ കാരണം അറിയാലോ, സബ്ജക്റ്റ് വി എന്ന പ്ലൂറൽ പ്രൊനൗൺ ആണ്. വി വേർ ബീയിങ് സോർട്ടഡ് ബൈ ദ മെൻ. വേർ സോർട്ടിംഗ് ആണ് ഇവിടുത്തെ ആക്റ്റീവ് വെർബ്. വേർ ബീയിങ് സോർട്ടഡ് ആണ് പാസീവ് വെർബ്. ഹി ഹാസ് പ്ലേഡ് ഓൾ സോർട്സ് ഓഫ് ഗെയിംസ്. അവൻ എല്ലാ തരത്തിലുള്ള കളികളും കളിച്ചിട്ടുണ്ട്. ഹാസ് പ്ലേഡ് ഏതാണ് ടെൻസ്? പ്രസന്റ് പെർഫെക്റ്റ്. പ്രസന്റ് പെർഫെക്റ്റിന്റെ പാസീവ് ഫോം എന്തായിരിക്കും? ഹാസ് ബീൻ പ്ലസ് V3 അല്ലെങ്കിൽ ഹാവ് ബീൻ പ്ലസ് V3 ആണ് പ്രസന്റ് പെർഫെക്റ്റിന്റെ പാസീവ് ഫോം. ഇവിടുത്തെ ഒബ്ജക്റ്റ് എന്താ? ഓൾ സോർട്സ് ഓഫ് ഗെയിംസ് ആണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്. ഇനി അത് ഉപയോഗിച്ചാണ് നമ്മൾ പാസീവ് ഫോമിലുള്ള സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. All sorts of games have been played by him. All sorts of games have been played by him. ഇവിടെ നമ്മൾ have ആണ് ഉപയോഗിച്ചത്. കാരണം ഇവിടുത്തെ സബ്ജക്റ്റ് ഗെയിംസ് എന്ന പ്ലൂറൽ നൗൺ ആണ്.
ആക്റ്റീവ് വോയിസിൽ ഉപയോഗിച്ച് അതേ ഓക്സിലറി ആയിരിക്കണമെന്നില്ല നമ്മൾ പാസീവ് വോയിസിൽ ഉപയോഗിക്കുന്നത്. ആക്റ്റീവ് വോയിസിന്റെ ഒബ്ജക്റ്റ് എന്തോ അതാണ് പാസീവ് വോയിസിന്റെ സബ്ജക്റ്റ് ആവുക. അത് സിംഗുലർ ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സിംഗുലർ ഓക്സിലറി ആയിരിക്കും. അത് പ്ലൂറൽ ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്ലൂറൽ ഓക്സിലറി ആയിരിക്കും. ഇത് ശ്രദ്ധിച്ച് വേണം ആക്റ്റീവ് വോയിസിൽ നിന്നൊരു സെന്റൻസിനെ പാസീവ് വോയിസിലേക്ക് മാറ്റാൻ. വി ഹാവ് ചാൻറ്റഡ് അവർ ഫസ്റ്റ് സോങ്. ഇവിടുത്തെ ഒബ്ജക്റ്റ് എന്താ? അവർ ഫസ്റ്റ് സോങ്. ഇനി അത് ഉപയോഗിച്ചാണ് നമ്മൾ പാസീവ് വോയിസിലെ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹാവ് ചാൻറ്റഡ് പ്രസന്റ് പെർഫെക്റ്റ് ആണ്. ഇത് പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് എന്താ കിട്ടാം? അവർ ഫസ്റ്റ് സോങ് ഹാസ് ബീൻ ചാൻറ്റഡ് ബൈ us. ഹാവ് ബീൻ അല്ല, ഹാസ് ബീൻ. സോങ് സിംഗുലർ ആണ്. അതുകൊണ്ട് തന്നെ പിന്നെ അതിനുശേഷം നമ്മൾ ഹാസ് എന്ന സിംഗുലർ വെർബാണ് യൂസ് ചെയ്യുന്നത്. പ്രസന്റ് പെർഫെക്റ്റിലെ പാസീവ് ഫോം എന്ന് പറയുന്നത് ഹാവ് ബീൻ പ്ലസ് V3 അല്ലെങ്കിൽ ഹാസ് ബീൻ പ്ലസ് V3 ആണ്. ഇവിടുത്തെ ആക്റ്റീവ് വെർബ് ഹാവ് ചാൻറ്റഡ്, പാസീവ് വെർബ് ഹാസ് ബീൻ ചാൻറ്റഡ്. ദേ ഹാഡ് ഇൻട്രൊഡ്യൂസ്ഡ് ലാംഗ്വേജ് ടു us. അവര് ഭാഷ ഞങ്ങളെ പരിചയപ്പെടുത്തിയിരുന്നു. ദേ ഹാഡ് ഇൻട്രൊഡ്യൂസ്ഡ് ലാംഗ്വേജ് ടു us. ഹാഡ് ഇൻട്രൊഡ്യൂസ്ഡ് ഏത് ടെൻസ് ആണ്? പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. പാസ്റ്റ് പെർഫെക്റ്റിന്റെ പാസീവ് ഫോം എന്താ? ഹാഡ് ബീൻ പ്ലസ് V3. ഇവിടുത്തെ ഒബ്ജക്റ്റ് എന്താണ്? ലാംഗ്വേജ് ആണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്. ഇനി അത് ഉപയോഗിച്ചാണ് നമ്മൾ പാസീവ് വോയിസിലുള്ള സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലാംഗ്വേജ് ഹാഡ് ബീൻ ഇൻട്രൊഡ്യൂസ്ഡ് ടു us. ലാംഗ്വേജ് ഹാഡ് ബീൻ ഇൻട്രൊഡ്യൂസ്ഡ് ടു us. ഇവിടുത്തെ ആക്റ്റീവ് വെർബ് ഹാഡ് ഇൻട്രൊഡ്യൂസ്ഡ്, പാസീവ് വെർബ് ഹാഡ് ബീൻ ഇൻട്രൊഡ്യൂസ്ഡ്. ഐ ഷാൾ നോട്ട് അനോയ് യു. എഴുതിയതിൽ തെറ്റുണ്ട്. അനോയ് യു ആണ്, അനോയ് us അല്ല. ഞാൻ നിങ്ങളെ ശല്യപ്പെടുത്തരുത്. ഐ ഷാൾ നോട്ട് അനോയ് യു. സിമ്പിൾ ഫ്യൂച്ചറിലാണ് ഈ സെന്റൻസ്. ഇതിന്റെ പാസീവ് ഫോം നമ്മൾ ഉണ്ടാക്കുന്നത് ഷോൾ ബി പ്ലസ് V3 ഉപയോഗിച്ചാണ്. യു ഷാൾ നോട്ട് ബി അനോയ്ഡ് ബൈ മീ. യു ഷാൾ നോട്ട് ബി അനോയ്ഡ് ബൈ മീ. യുവർ സ്കൂൾ ഹാസ് വൺ ദ ഫസ്റ്റ് പ്രൈസ് ഫോർ വൺ ആക്ട് പ്ലേ ഇൻ ദ ഡിസ്ട്രിക്ട് ഇംഗ്ലീഷ് ഒളിമ്പ്യാഡ്. എ ജേർണലിസ്റ്റ് നോട്ടഡ് ദ ഫോളോയിങ് പോയിന്റ്സ് ഫോർ എ ന്യൂസ് റിപ്പോർട്ട്. ഈ പോയിന്റ്സ് ഉപയോഗിച്ച് നിങ്ങൾ ഒരു ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കണം. തയ്യാറാക്കാൻ ഒരു ജേർണലിസ്റ്റിനെ സഹായിക്കണം. ഇത് എന്തെല്ലാം പോയിന്റ്സാണ് ഉൾക്കൊള്ളിക്കേണ്ടത്? ആ പ്ലേയുടെ പേര് വേണം, ഏത് സ്കൂളിലെ കുട്ടികളാണ് ആ പ്രോഗ്രാം സ്റ്റേജ് ചെയ്തത് എന്ന് പറയണം, ആ ഒളിമ്പ്യാഡ് അത് എവിടെ വെച്ച് എന്ന് നടന്നു എന്ന് പറയണം. ഞാനൊരു സാമ്പിൾ റിപ്പോർട്ട് ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. Class 9 students of Kandandali HSS staged a one-act play based on the short story Half a Day at the District English Olympiad organized at Pattambi GVHS on July 16, 2026. പട്ടാമ്പി GVHSൽ വെച്ച് ജൂലൈ 16 നടന്ന ഡിസ്ട്രിക്ട് ഇംഗ്ലീഷ് ഒളിമ്പ്യാഡിലെ കണ്ണാന്തളി HSSലെ കുട്ടികൾ, 9ാം ക്ലാസ്സിലെ കുട്ടികൾ ഹാഫ് എ ഡേ എന്ന സ്റ്റോറിയുടെ അടിസ്ഥാനത്തിൽ ഒരു വൺ ആക്ട് പ്ലേ അത് സ്റ്റേജ് ചെയ്തു. അത് അവരവിടെ അവതരിപ്പിച്ചു. ദ പ്ലേ ഡെപിക്റ്റഡ് ദ ലൈഫ് സ്റ്റോറി ഓഫ് എ പേഴ്സൺ ഫ്രം ചൈൽഡ്ഹുഡ് ടു ഓൾഡ് ഏജ്. ഒരു വ്യക്തിയുടെ ജീവിതയാത്ര, കുട്ടിക്കാലം തൊട്ട് ബാല്യം തൊട്ട് വാർദ്ധക്യം വരെയുള്ള ജീവിതയാത്രയാണ് ഈ പ്ലേ വർണ്ണിക്കുന്നത്, പ്രതിപാദിക്കുന്നത്. ഇറ്റ് വാസ് എ സ്റ്റാർക്ക് റിമൈൻഡർ ഓഫ് ഹൗ ക്വിക്ക്ലി ടൈം ഫ്ലൈസ്. എത്ര പെട്ടെന്നാണ് സമയം കടന്നു പോകുന്നത് എന്നതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു ഈ ഒരു play. The acting, direction and screenplay were all good and it was evident that the teachers had given ample support and guidance to the students. അഭിനയം, അതിൻ്റെ തിരക്കഥ, സംവിധാനം ഇതെല്ലാം നല്ലതായിരുന്നു. ഇതിൽ നിന്നെല്ലാം എന്ത് വ്യക്തമായിരുന്നു? ടീച്ചേഴ്സ് വേണ്ടത്ര സപ്പോർട്ടും ഗൈഡൻസും മാർഗനിർദ്ദേശങ്ങളും കുട്ടികൾക്ക് നൽകിയിരുന്നു എന്ന് വ്യക്തമായിരുന്നു. നോ വണ്ടർ, അതുകൊണ്ട് തന്നെ അത്ഭുതമൊന്നുമില്ല. നോട്ട് ഓൺലി ദ ഓഡിയൻസ് മാത്രമല്ല, ബട്ട് ഓൾസോ ദ ജഡ്ജസ് വെർ ഇംപ്രസ്ഡ്. ജഡ്ജസും ഇംപ്രസ്ഡ് ആയിരുന്നു. ആൻഡ് ദേ ഓൾ അപ്രീഷിയേറ്റഡ് ദ എഫേർട്ട് പുട്ട് ഇൻ ബൈ ബോത്ത് ടീച്ചേഴ്സ് ആൻഡ് ദ സ്റ്റുഡൻസ്. കുട്ടികളുടെയും അധ്യാപകരുടെയും ആ ശ്രമത്തിനെ, അധ്വാനത്തിനെ അവരെല്ലാവരും അഭിനന്ദിച്ചു. Here is a retold version of the first part of the story, Half a Day. Go through it. Retold version ആണ്, അതായത് മറ്റൊരാൾ പറയുന്ന രീതിയിലാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. അത് വായിച്ചു നോക്കൂ. ആക്ടിവിറ്റി 3ൽ നമ്മൾ പറയുന്ന സിമ്പിൾ പാസ്റ്റ് ടെൻസിനെ കുറിച്ചും പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ചുമാണ്. കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. പാസ്റ്റിൽ ഏതോ ഒരു സമയത്ത് ഒരു ആക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയാനാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. അതായത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അത് കഴിഞ്ഞിട്ടുണ്ട്. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് പാസ്റ്റിൽ ഏതോ ഒരു സമയത്ത് ആ പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. The boy was walking to school with his father. ആ കുട്ടി അവൻ്റെ അച്ഛൻ്റെ കൂടെ സ്കൂളിലേക്ക് നടക്കുകയായിരുന്നു. was walking പാസ്റ്റിൽ ഏതോ ഒരു സമയത്ത് അവൻ നടക്കുകയായിരുന്നു. His mother was standing at the door watching them. അവൻ്റെ അമ്മ വാതിലിൻ്റെ അവിടെ നിന്ന് അവരെ നിരീക്ഷിക്കുകയായിരുന്നു, നോക്കി കാണുകയായിരുന്നു. was standing അതും പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. They walked through a street lined with gardens. അവര് ഇരുവശങ്ങളിലും പൂന്തോട്ടങ്ങളുള്ള ഒരു തെരുവിലൂടെ നടന്നുപോയി.
ഇത് കഴിഞ്ഞ കാര്യമാണ് അല്ലേ. ദേ വോക്ക്ഡ് ത്രൂ. ദേ വോക്ക്ഡ് എന്ന് പറയുമ്പോൾ അത് സംഭവിച്ചു പോയൊരു കാര്യമാണ്. ആ സമയത്ത് സംഭവിക്കുന്നുണ്ടായിരുന്നു എന്നല്ല പറയുന്നത്, അത് കഴിഞ്ഞിരുന്നു. കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ച് പറയാനാണ് നമ്മൾ, അതായത് പൂർത്തിയായ കാര്യങ്ങളെ കുറിച്ച് പറയാനാണ് സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കുന്നത്. പാസ്റ്റ് കണ്ടിന്യൂസോ പാസ്റ്റിൽ ഏതോ ഒരു സമയത്ത് ഒരു കാര്യം നടക്കുന്നുണ്ടായിരുന്നു എന്ന് പറയാനാണ്. രണ്ടും കഴിഞ്ഞു പോയ കാര്യങ്ങൾ തന്നെയാണ്, പക്ഷെ പാസ്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുമ്പോൾ കണ്ടിന്യൂറ്റിയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ബിയോണ്ട് ദ ഗാർഡൻസ് ദർ വാസ് എ വാസ്റ്റ് ഫീൽഡ്. ആ പൂന്തോട്ടങ്ങൾക്കപ്പുറം വലിയൊരു പാടങ്ങൾ ഉണ്ടായിരുന്നു. ദർ വാസ് എ വാസ്റ്റ് ഫീൽഡ്. ഇതും സിമ്പിൾ പാസ്റ്റ് ടെൻസ് തന്നെയാണ്. ദ ബോയ് തോട്ട് ഹിസ് ഫാദർ വാസ് പണിഷിംഗ് ഹിം ബൈ ടേക്കിംഗ് ഹിം ടു സ്കൂൾ. കുട്ടി കരുതി, ദ ബോയ് തോട്ട് സിമ്പിൾ പാസ്റ്റ് ടെൻസ്. ഹിസ് ഫാദർ വാസ് പണിഷിംഗ് ഹിം, അച്ഛൻ അവനെ ശിക്ഷിക്കുകയായിരുന്നു. അത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. On the way to school, he was arguing with his father, and his father was trying to convince him that school would be good for him. സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് അവൻ അവൻ്റെ അച്ഛനോട് വാദപ്രതിവാദത്തിൽ ഏർപ്പെടുകയായിരുന്നു, തർക്കിക്കുകയായിരുന്നു. പാസ്റ്റ് കണ്ടിന്യൂസ്. വാസ് ആർഗ്യൂയിങ്. ഹിസ് ഫാദർ വാസ് ട്രൈങ് ടു കൺവിൻസ് ഹിം. അച്ഛൻ അവനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. വാസ് ട്രൈങ്. When they came to the school gate, അവർ സ്കൂൾ ഗേറ്റിലേക്ക് എത്തിയപ്പോൾ a few children were playing in the garden. ആ ഗാർഡനിൽ കുറച്ച് കുട്ടികൾ കളിക്കുന്നുണ്ടായിരുന്നു. കേവ് സിമ്പിൾ പാസ്റ്റ് ടെൻസ്. പാസ്റ്റിൽ രണ്ട് കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതിലെ ആ ലോങ്ങർ ബാക്ക്ഗ്രൗണ്ട് ആക്ഷനെ കുറിച്ച് പറയാൻ നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുക. ഇവിടെ അവർ സ്കൂളിൽ എത്തുക എന്നതൊരു ഷോർട്ട് ആക്ഷനാണ്. അതിനെക്കുറിച്ച് പറയാൻ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിച്ചു. ആ സമയത്ത് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്ന മറ്റൊരു ആക്ഷനാണ് കുട്ടികൾ ഗാർഡനിൽ കളിക്കുക എന്നത്. അതിനെക്കുറിച്ച് പറയാൻ നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിച്ചു. ഒരേ സമയം നടക്കുന്ന രണ്ട് ഷോർട്ട് ആക്ഷൻസിനെ കുറിച്ച് പറയാൻ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുക. ഒരേ സമയം നടക്കുന്ന രണ്ട് ലോങ്ങർ ആക്ഷൻസിനെ കുറിച്ച് പറയാൻ നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസസ് ആണ് യൂസ് ചെയ്യുക. ഒരു ലോങ്ങർ ആക്ഷന് ഇടയിൽ മറ്റൊരു ഷോർട്ട് ആക്ഷൻ നടന്നുവെങ്കിൽ നമ്മൾ ആ ലോങ്ങർ ആക്ഷനെ കുറിച്ച് പറയാൻ പാസ്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കും. ഷോർട്ട് ആക്ഷനെ കുറിച്ച് പറയാൻ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കും. ഇനി ആ പാസേജിൽ നിന്ന് കുറച്ച് സെന്റൻസസ് എടുത്ത് ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യണം. ദേ വോക്ക് ത്രൂ എ സ്ട്രീറ്റ് ലൈൻ വിത്ത് ഗാർഡൻസ്. സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണിത്. ദ ബോയ് വാസ് വാക്കിംഗ് ടു സ്കൂൾ വിത്ത് ഹിസ് ഫാദർ. വാസ് വാക്കിംഗ് നടക്കുകയായിരുന്നു. വോക്ക്ഡ് സിമ്പിൾ പാസ്റ്റ് ടെൻസ്. കഴിഞ്ഞ ആക്ടിവിറ്റി വാസ് വാക്കിംഗ് പാസ്റ്റിൽ ഒരു സമയത്ത് ആ പ്രവൃത്തി തുടരുന്നുണ്ടായിരുന്നു എന്നാണ് സൂചിപ്പിക്കുന്ന പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. കൂടുതൽ എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ ബോയ് തോട്ട് കുട്ടി കരുതി സിമ്പിൾ പാസ്റ്റ് ടെൻസ്. ഹിസ് മദർ വാസ് സ്റ്റാൻഡിങ് അറ്റ് ദ ഡോർ വാച്ചിങ് ഹിം. അവന്റെ അമ്മ വാതിൽക്കൽ നിന്ന് അവനെ നോക്കി കാണുകയായിരുന്നു. ഹിസ് മദർ വാസ് സ്റ്റാൻഡിങ് പാസ്റ്റ് കണ്ടിന്യൂസ്. ദേ കെയിം ടു ദ സ്കൂൾ ഗേറ്റ്. അവർ സ്കൂൾ ഗേറ്റിലേക്ക് എത്തി. കെയിം സിമ്പിൾ പാസ്റ്റ്. ഹിസ് ഫാദർ വാസ് പണിഷിംഗ് ഹിം. വാസ് പണിഷിംഗ് പാസ്റ്റ് കണ്ടിന്യൂസ്. ഓൺ ദ വേ ടു സ്കൂൾ ഹി വാസ് ആർഗ്യൂയിങ് വിത്ത് ഹിസ് ഫാദർ. വാസ് ആർഗ്യൂയിങ് എന്നത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഇനി ആക്ടിവിറ്റി 4. Look at the following sentences and underline the noun phrases in the subject position. One has been done for you. ഒരു സെന്റൻസിൽ ഒരു നൗൺ ഫ്രേസും ഒരു വെർബ് ഫ്രേസും ആണ് ഉണ്ടായിരിക്കുക. നൗൺ ഫ്രേസ് എന്ന് പറയുന്നത് അതിൻ്റെ ആ സബ്ജക്റ്റ് പോർഷൻ ആണ്. സബ്ജക്റ്റ് എന്തോ അതാണ് നൗൺ ഫ്രേസ്. വെർബ് ഫ്രേസ് എന്ന് പറയുന്നത് ആ പ്രെഡിക്കേറ്റ് ആണ്. സബ്ജക്റ്റ് അല്ലാത്ത ബാക്കി ഭാഗങ്ങളെല്ലാമാണ് വെർബ് ഫ്രേസിൽ വരുന്നത്. ഓൾ റസിൽ ആൻഡ് ബസിൽ സീസ്ഡ്. സീസ്ഡ് എന്ന് പറഞ്ഞാൽ നിന്നു, അവസാനിച്ചു. റസിൽ ആൻഡ് ബസിൽ എന്ന് പറയുമ്പോൾ എല്ലാ ബഹളവും കോലാഹലങ്ങളും അതെല്ലാം അവസാനിച്ചു. ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ? ഓൾ റസിൽ ആൻഡ് ബസിലാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അതാണ് ഇവിടുത്തെ നൗൺ ഫ്രേസും. ഒരു നൗൺ ഫ്രേസിൽ ഒന്നിലധികം വാക്കുകൾ ഉണ്ടാവാം. ചിലപ്പോൾ ഒരു വാക്കേ കാണും. ഒരു വാക്കേ ഉള്ളുവെങ്കിൽ അതൊരു നൗണോ ഒരു പ്രൊനൗണോ ആയിരിക്കും. ഒന്നിലധികം വാക്കുകൾ ഉണ്ടെങ്കിൽ അതിൽ ഒരു നൗണിന് പുറമെ ആർട്ടിക്കിൾസോ അജക്റ്റീവ്സോ ഉണ്ടായിരിക്കും. എന്തായാലും ഒരു നൗൺ ഫ്രേസിൽ ഒരു നൗൺ എങ്കിലും നിർബന്ധമായും ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു പ്രൊനൗൺ ഉണ്ടായിരിക്കണം. ദ കോച്ചസ് ഗ്ലൈഡ് ഇൻ ടു സ്പേസ്. ഇവിടുത്തെ നൗൺ ഫ്രേസ് എന്താ? ദ കോച്ചസ്. ഗ്ലൈഡ് ആണ് ഇവിടുത്തെ വെർബ്. വെർബ് ഫ്രേസ് ഗ്ലൈഡ് ഇൻ ടു സ്പേസ്. മൈ ഫാദർ ഫെൽറ്റ് എ ഡീപ് സോറോ. എൻ്റെ അച്ഛൻ ഒരു വലിയ ദുഃഖം തോന്നി, ആഴത്തിലുള്ള ദുഃഖം തോന്നി. മൈ ഫാദർ അതാണ് നൗൺ ഫ്രേസ്. സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് വന്നിരിക്കുന്ന നൗൺ ഫ്രേസ് ആണ് മൈ ഫാദർ. ഡീപ് സോറോ അതും നൗൺ തന്നെയാണ്, പക്ഷേ അതിവിടെ വെർബിന് ശേഷമാണ് വന്നിട്ടുള്ളത്. അത് വെർബ് ഫ്രേസിന്റെ ഭാഗമായി ആ വെർബിന്റെ ഒബ്ജക്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. സബ്ജക്റ്റിന്റെ പൊസിഷനിലുള്ള നൗൺ ഫ്രേസിനെ അണ്ടർലൈൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. Now mark the noun phrases and verb phrases in each of the following sentences. ഞാൻ പറയാം, നിങ്ങളത് മാർക്ക് ചെയ്തോളൂ. The sound of the wheels becomes a soothing, peaceful melody. ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ? വെർബിന് മുന്നിൽ വരുന്ന ഭാഗമാണ് സബ്ജക്റ്റ്. ഇവിടുത്തെ വെർബ് ഏതാണ്? ബിക്കംസ് ആണ് വെർബ് അല്ലേ? ആയിത്തീരുന്നു. അതിന് മുന്നിൽ എന്തെല്ലാം വന്നിട്ടുണ്ട്? നൗൺസ് ഉണ്ട്, ആർട്ടിക്കിൾസ് ഉണ്ട്, പ്രിപ്പോസിഷൻസ് ഉണ്ട്, പലതും ഉണ്ട്. The sound of the wheels.
ആ ചക്രങ്ങളുടെ വീലിന്റെ ശബ്ദം. അതാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. ബിക്കംസ് എ സൂത്തിങ് പീസ്ഫുൾ മെലഡി. തീവണ്ടിയുടെ ചക്രം ഉണ്ടാക്കുന്ന ശബ്ദം അതൊരു മനസ്സിന് കുളിർമ നൽകുന്ന, മനസ്സിനെ ആശ്വസിപ്പിക്കുന്ന ഈണമായി മാറുന്നു. ഇവിടുത്തെ സബ്ജക്റ്റ് ദ സൗണ്ട് ഓഫ് ദ വീൽസ് ആണ്. അത് തന്നെയാണ് ഇവിടുത്തെ നൗൺ ഫ്രേസും. വെർബ് ഫ്രേസ് എന്ന് പറയുന്നത് ബിക്കംസ് എ സൂത്തിങ് പീസ്ഫുൾ മെലഡി എന്ന ആ പോർഷനാണ്. ഫാദർ വിൽ സ്ട്രെയിറ്റൻ അപ്പ് ഇൻ ഹിസ് റോക്കിംഗ് ചെയർ. അച്ഛൻ്റെ ചാരു കസേരയിൽ, ആടുന്ന കസേരയിൽ ഒന്ന് നിവർന്നിരിക്കും. സബ്ജക്റ്റ് ഇവിടെ എന്താ? ഫാദർ. അതാണ് ഇവിടുത്തെ നൗൺ ഫ്രേസ്. ഒറ്റ വാക്കേ ഉള്ളൂ. ബാക്കിയെല്ലാം വെർബ് ഫ്രേസ് ആണ്. വിൽ സ്ട്രെയിറ്റൻ അപ്പ് ഇൻ ഹിസ് റോക്കിംഗ് ചെയർ, അതെല്ലാം വെർബ് ഫ്രേസ് ആണ്. ഐ വാസ് കമ്മിങ് ടു റിസീവ് ദ നോബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ. ഇവിടുത്തെ നൗൺ ഫ്രേസ് ഐ, പ്രൊനൗൺ ആണ്. അത് മാത്രമാണ് ഇവിടുത്തെ നൗൺ ഫ്രേസ്. ബാക്കിയെല്ലാം വെർബ് ഫ്രേസ്. വാസ് കമ്മിങ് ടു റിസീവ് ദ നോബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ, അതാണ് വെർബ് ഫ്രേസ്. ദ കോച്ചസ് നോ ലോങ്ങർ റൺ ഓൺ റെയിൽസ് ആൻഡ് സ്ലിപ്പേഴ്സ്. ഇവിടെയോ? ഇവിടുത്തെ നൗൺ ഫ്രേസ് ദ കോച്ചസ് ആണ്. നോ ലോങ്ങർ ഒരു അഡ്വർബ് ആണ്. അത് വെർബിന്റെ കൂടെ തന്നെയാണ് വരുന്നത്, വെർബ് ഫ്രേസിന്റെ കൂടെ തന്നെയാണ് വരുന്നത്. നോ ലോങ്ങർ റൺ ഓൺ റെയിൽസ് ആൻഡ് സ്ലിപ്പേഴ്സ് എന്നുള്ളതാണ് ഇവിടുത്തെ വെർബ് ഫ്രേസ്. മൈ ഫെല്ലോ പാസഞ്ചേഴ്സ് വർ ഡോസിങ് ഇൻ ദെയർ റെസ്പെക്റ്റീവ് കോർണേഴ്സ്. എന്റെ സഹയാത്രികർ അവരെല്ലാം അവരവരുടെ കോർണറുകളിൽ മയങ്ങുകയായിരുന്നു. സബ്ജക്റ്റ് ഇവിടെ എന്താണ്? മൈ ഫെല്ലോ പാസഞ്ചേഴ്സ്. അവരല്ലേ ആക്ഷൻ ചെയ്യുന്നത്. അതാണ് ഇവിടുത്തെ നൗൺ ഫ്രേസ്. വെർബ് ഫ്രേസ് വർ ഡോസിങ് ഇൻ ദെയർ റെസ്പെക്റ്റീവ് കോർണേഴ്സ്. I was listening to the rattling of the train. Noun phrase I. Verb phrase was listening to the rattling of the train. ഇനി activity 2. Read the following sentences. Deep within me there was a wondrous joy at receiving the Nobel Prize. എൻ്റെ ഉള്ളിൽ ആ നോബൽ സമ്മാനം ലഭിച്ചതിൽ അത്ഭുതകരമായ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. There was a wondrous joy at receiving the Nobel Prize. So light and soundless was the movement of the train. അത്ര ലാഘവത്തോടെ, ലഘുവായും അതുപോലെ തന്നെ ശബ്ദമില്ലാതെയും നിശബ്ദമായിരുന്നു ആ ട്രെയിനിന്റെ യാത്ര. എ വണ്ടർഫുൾ ലുക്ക് വിൽ കം ഇൻ ടു ഹിസ് ഐസ്. അച്ഛൻ്റെ കണ്ണുകളിൽ ഒരു അത്ഭുതം, അത് അച്ഛൻ്റെ കണ്ണുകളിൽ നിറയും. ഹൗ ഡു ദ ഹൈലൈറ്റഡ് വേർഡ്സ് ആഡ് മീനിങ് ടു ദ സെന്റൻസസ്. ഇവിടെ ബോൾഡായി കൊടുത്തിട്ടുള്ള വേർഡ്സ് വണ്ടറസ്, ലൈറ്റ്, സൗണ്ട്ലെസ്, വണ്ടർഫുൾ, ഇതെല്ലാം എന്താണ്? അഡ്ജക്റ്റീവ്സ് ആണ്. നൗൺസിനെ കുറിച്ച് അഡീഷണൽ ഇൻഫർമേഷൻ ആണ് ഇവർ തരുന്നത്. ജോയ് എന്ന് പറയുമ്പോൾ സന്തോഷം. എങ്ങനെയുള്ള സന്തോഷം? വണ്ടറസ് ജോയ്, അതിശയകരമായ ഒരു സന്തോഷം. സൗണ്ട്ലെസ്, നിശബ്ദമായത്. ആ ട്രെയിനിന്റെ മൂവ്മെന്റിനെ കുറിച്ചാണ് പറയുന്നത്. ലൈറ്റ്, ലഘുവായത്, ഭാരമില്ലാത്തതുപോലെ. വണ്ടർഫുൾ ലുക്ക്, എങ്ങനെയുള്ള ലുക്കായിരുന്നു? അത്ഭുതകരമായ ലുക്ക് അല്ലെ, വണ്ടർഫുൾ ലുക്ക്. നൗൺസിനെ കുറിച്ച് അഡീഷണൽ ഇൻഫർമേഷൻ തരുന്ന വേർഡ്സ് ആണ് അഡ്ജക്റ്റീവ്സ്. പൊതുവെ അവ നൗൺസിന് മുന്നിലാണ് വരിക. ബി എന്ന വെർബിന്, ബി എന്ന് പറയുമ്പോൾ ഈസ്, ആം, ആർ, വാസ്, വേറെ, ഈ 5 വേർബ്സിനാണ് നമ്മൾ ബി എന്ന് പറയുന്നത്. ബി എന്ന വെർബിന് ശേഷവും അഡ്ജക്റ്റീവ്സ് വരാം. Now go through the following passage. Identify the adjectives and note them down. താഴെയുള്ള പാസേജ് വായിച്ച് അതിലെ അഡ്ജക്റ്റീവ്സ് ഏതെല്ലാമാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് അതൊന്ന് നോട്ട് ചെയ്യാം. അത് നമുക്ക് അടുത്ത പേജിൽ നോക്കാം. Have you ever wondered if it might be possible for words to put on different hats in different context? വിവിധ സാഹചര്യങ്ങളിൽ ഒരേ വേർഡിന് തന്നെ പലതായി മാറാൻ സാധിക്കുമോ? അതായത് would it be possible for a noun or an adverb to turn into an adjective, for example? ഒരു നൗണിന് അല്ലെങ്കിൽ ഒരു അഡ്വർബിന് ഒരു അഡ്ജക്റ്റീവായി മാറാൻ സാധിക്കുമോ? എല്ലാവർക്കും സാധിക്കില്ല. പല അഡ്വേർബ്സും നമുക്ക് അഡ്ജക്റ്റീവ്സ് ആയി യൂസ് ചെയ്യാൻ സാധിക്കും. തന്ന പാരഗ്രാഫിലെ അഡ്ജക്റ്റീവ്സ് ഇതെല്ലാമാണ്. ഇമാജിൻ ദോസ് പിറ്റിഫുൾ, പെന്നിലെസ് വാണ്ടറേഴ്സ്. പിറ്റിഫുൾ, ദയവ് തോന്നത്തക്ക രീതിയിലുള്ളവ. പെന്നിലെസ്, ഒരു പൈസയും കയ്യിലില്ലാത്തവർ. വാണ്ടറേഴ്സ്, കറങ്ങി നടങ്ങുന്നവർ. ഹു വൺസ് റോംഡ് ദ എക്സ്പാൻസ് ഓഫ് വാം ലാൻഡ് ഇൻ യുവർ യൂത്ത്ഫുൾ ഡേയ്സ്. യൂത്ത്ഫുൾ അഡ്ജക്റ്റീവ് ആണ്. നിങ്ങളുടെ ചെറുപ്പകാലത്ത്, യൂത്ത്ഫുൾ ഡേയ്സ്. പിറ്റിഫുൾ, പെന്നിലെസ്, ഈ 2 വേർഡ്സും വാണ്ടറേഴ്സ് എന്ന നൗണിനെ മോഡിഫൈ ചെയ്യുന്ന അഡ്ജക്റ്റീവ്സ് ആണ്. യൂത്ത്ഫുൾ ഡേയ്സ്, ഡേയ്സ് എന്ന നൗണിനെ കുറിച്ചുള്ള അഡീഷണൽ ഇൻഫർമേഷൻ ആണ് ഇവിടെ യൂത്ത്ഫുൾ, യൗവനയുക്തമായ ആ ഒരു അഡ്ജക്റ്റീവ് നൽകുന്നത്. എംബ്രേസിംഗ് ദെയർ കെയർ ഫ്രീ, പ്ലേഫുൾ പ്രാങ്ക്സ്. കെയർ ഫ്രീ അഡ്ജക്റ്റീവ് ആണ്, പ്ലേഫുൾ അഡ്ജക്റ്റീവ് ആണ്. പ്രാങ്ക് എന്ന നൗണിനെ മോഡിഫൈ ചെയ്യുന്ന അഡ്ജക്റ്റീവ്സ് ആണ് ഇവ രണ്ടും. ആൻഡ് മെലോഡിയസ് ട്യൂൺസ്, ട്യൂൺസ് എന്ന നൗണിനെ മോഡിഫൈ ചെയ്യുന്ന അഡ്ജക്റ്റീവ് ആണ് മെലോഡിയസ്. ഹൗ മച്ച് ഐ ഓ ടു ദം, ഓൾ ദ ലോഫ്റ്റർ, ദ പ്ലേഫുൾനെസ്, ദ ക്രേസിനെസ്, ദേ പെയിന്റഡ് മൈ യൂത്ത് വിത്ത് വിവിഡ് ഹ്യൂസ്. ഹ്യൂസ്, നിറം. വിവിഡ് എന്ന് പറയുമ്പോൾ വളരെ വ്യക്തമായ, വർണ്ണശബളമായ, ഇതെല്ലാമാണ് വാക്കിനർത്ഥം. അഡ്ജക്റ്റീവ്സ് പൊതുവെ നൗൺസിന് മുന്നിലാണ് വരിക. ഈ ലെസൺ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു എന്ന് കരുതുന്നു. ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയ ആക്ടിവിറ്റീസ് എല്ലാം നമ്മൾ നോക്കിയിട്ടുണ്ട്. എല്ലാ ആക്ടിവിറ്റീസും നോക്കിയിട്ടില്ല.
ഇതിനകത്ത് ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട്. ഇതിലെ മെയിനായ ആക്ടിവിറ്റീസാണ് നമ്മൾ ഇതുവരെ ചെയ്തത്. വീണ്ടും മറ്റൊരു ലെസണുമായി കാണാം. ഈ ലെസൺ യൂസ്ഫുൾ ആയി തോന്നുന്നവരെ ഇത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.